ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ജീവിതത്തിലെ തന്നെ വലിയ സങ്കീർണമായ ദിനങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നത്. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ഉയർത്തുന്ന ചോദ്യങ്ങളും പ്രശ്നങ്ങളും ചില്ലറയല്ലല്ലോ. മരണമായും രോഗമായും ദുഃഖമായും ഒക്കെ ഈ മഹാമാരി നമ്മുടെ മുമ്പിൽ 100,000 ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നു. വളരെ പ്രത്യേകിച്ച് ഈ ദിനങ്ങളിലൊക്കെ പ്രവാസികൾ തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരുടെ ഉള്ളിൽ 100,000 ചോദ്യങ്ങൾ, അതോടൊപ്പം തന്നെ അവരെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുമ്പിൽ ഒത്തിരി ചോദ്യങ്ങൾ. അങ്ങനെ എന്തു പറയേണ്ടു പ്രിയപ്പെട്ടവരെ? വല്ലാണ്ട് സങ്കടം വരുന്ന ദിനങ്ങളിലൂടെയാണ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വശത്ത്. എന്നാൽ ഉയർപ്പിന് ശേഷം ഒരു ദൈവമകനെയും ദൈവമകളെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരുക്കത്തിൻ്റെ ദിനങ്ങളിലൂടെ ഒരു വലിയ കാര്യത്തിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. അതായത് ഏതാണ് ആ കാര്യം? പന്തക്കുസ്തായ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ലൂക്കാസ് സുവിശേഷകനൊക്കെ പറയുന്നത് വരെ ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നതുവരെ നിങ്ങൾ ഒരുങ്ങി കാത്തിരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ മനസ്സിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയുടെ നടുവിൽ ഞാൻ എങ്ങനെ ഈ പന്തക്കുസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങും? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം പുസ്തകം 5-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ ഒരു സുന്ദരമായ സന്ദേശം നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതാണ് ഈ വചനം ധ്യാനിക്കുന്ന സമയം നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ. സഹോദരരെ, നിങ്ങളെ ഞങ്ങൾ ഉത്ബോധിപ്പിക്കുന്നു. അലസരെ ശാസിക്കുവിൻ, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ സഹായിക്കുവിൻ, എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവ്വം പെരുമാറുവിൻ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവേ, അനുദിന ജീവിതത്തിൽ ആത്മീയമായി വളരാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ഉള്ളിലുള്ള അലസതയും മടിയെയും മാറ്റി ശക്തി ഞങ്ങൾ പ്രാപിക്കട്ടെ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ആത്മീയ മണിക്കൂറിൽ നമ്മളോട് തന്നെയും ചുറ്റുവട്ടത്തെ സാഹചര്യങ്ങളുടെ മുമ്പിലും ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ മഹാമാരിയുടെ നടുവിൽ ഈ പന്തക്കുസ്തായ്ക്ക് വേണ്ടി ഞാൻ എങ്ങനെ ഒരുങ്ങി കാത്തിരിക്കണം? ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം, അതായത് തൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം 49-ാം തിരുവചനം. ലൂക്കാ സുവിശേഷം 24:49 വചനം പറയുന്നു: ഇതാ, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. യേശു ശിഷ്യന്മാരോട് കൃത്യം വ്യക്തമായി ഒരു കാര്യം പഠിപ്പിച്ചു. ഇതാ, ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നതുവരെ നിങ്ങൾ എന്തു ചെയ്യണം? ഈ നഗരത്തിൽ തന്നെ വസിക്കണം. അപ്പോൾ ഒരു ചോദ്യം, ഏതാണ് ഈ നഗരം? അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 4-ാം വചനം നമ്മളെ അല്പം കൂടെ ഈ വചനത്തിന് ഒരു വെളിച്ചം നൽകും. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 4-ാം തിരുവചനം: അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. അതേതാണ് ആ നഗരം? ജെറുസലേം നഗരം. ജെറുസലേം നഗരം വിട്ട് നിങ്ങൾ പോകരുത്. അങ്ങനെ യേശു കൃത്യമായി ശിഷ്യന്മാരോട് പറയാൻ എന്താണ് കാരണം? അതറിയണമെങ്കിൽ ഈ ജെറുസലേം നഗരത്തിൽ നാളുകൾക്ക് മുമ്പ് എന്ത് സംഭവിച്ചുവെന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കുരിശുമരണം സംഭവിച്ച സ്ഥലം ജെറുസലേം നഗരം. പ്രിയപ്പെട്ടവരെ, സഹന മരണങ്ങളുടെ ഒരു വേദിയിൽ
യേശു ഒരു കാര്യം ഉറപ്പ് പറയുന്നു, നാളുകൾക്ക് ശേഷം അവിടെ പന്തക്കുസ്ത സംഭവിക്കും എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ ഈ മണ്ണിൽ എന്തു സംഭവിക്കും? ഒരു കാറ്റടിക്കും, ഒരു പന്തക്കുസ്ത അനുഭവം ഉണ്ടാകും. നമുക്കറിയാലോ, പന്തക്കുസ്തയാണ് സഭയെ തന്നെ മാറ്റിമറിച്ചത്. പന്തക്കുസ്തയാണ് ശിഷ്യന്മാരെ ബലപ്പെടുത്തിയത്. പന്തക്കുസ്തയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഉണർവിൻ്റെ തിരുനാൾ. അപ്പോൾ യേശു പറയുന്നത്, ഈ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളുടെയും സങ്കടങ്ങളുടെയും ഈ മണ്ണിൽ തന്നെ കഴിയുക, നീ കാത്തിരിക്കുക. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില പ്രവാസികളുടെയൊക്കെ മനസ്സിൽ ഒരു ചോദ്യം മനസ്സിൽ തോന്നാം. അതെങ്ങനെയാ? അയ്യോ അച്ഛാ, എങ്ങനെയെങ്കിലും ഇവിടെ നിന്നുള്ളതൊക്കെ വിറ്റുപെറുക്കി നാട്ടിലോട്ട് പോയി സ്വന്തം മണ്ണിൽ പ്രിയപ്പെട്ടവരുടെ കൂടെ കഴിയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണോ അച്ഛാ ഇങ്ങനെ പറയുന്നത്? ഈ മണ്ണിൽ തന്നെ കഴിയണം എന്ന് പറഞ്ഞാൽ ഞാൻ യാത്ര പുറപ്പെടണ്ടേ? ഞാൻ പുറത്തോട്ട് പോകണ്ടേ? ഞാനിത് വിട്ടു പോകണ്ടേ? അതാണോ അർത്ഥമാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ജെറുസലേം വിട്ടു പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആയിരിക്കുന്ന മണ്ണ് വിട്ടു പോകരുതെന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് നമ്മളതിൻ്റെ വചനത്തിൻ്റെ അർത്ഥം അല്പം കൂടെ ആഴത്തിൽ പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ആ മണ്ണ് വിട്ടു പോകരുതെന്നല്ല, മറിച്ച് ആത്മീയമായും മാനസികമായും നീ പന്തക്കുസ്തായ്ക്കു വേണ്ടി, ഉന്നതത്തിൽ നിന്നുള്ള ശക്തിക്കു വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. യാത്ര പുറപ്പെടരുത് എന്നുള്ളതല്ല, സ്ഥലം മാറരുത് എന്നുള്ളതല്ല, മറിച്ച് നിന്റെ മനസ്സും നിന്റെ ആത്മാവും ഈ ഒരു കാര്യത്തിനു വേണ്ടി അതിശക്തമായി ഒരുങ്ങിക്കാത്തിരിക്കണം. ഞാനിത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മുമ്പിൽ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. അത് മറ്റൊന്നുമല്ല, ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നമ്മുടെ ജീവിതത്തിൽ ലോക്ക്ഡൗൺ, ക്വാറന്റൈൻ അങ്ങനെ തുടങ്ങി പല പേരുകളിലൊക്കെ കടന്നു വന്ന് നമ്മുടെ വീട്ടിനുള്ളിൽ തളച്ചിട്ടപ്പോൾ അറിയാതെയെങ്കിലും സംഭവിച്ച ഒരു ദുരന്തമെന്തെന്നറിയോ? പലരുടെയും ജീവിതത്തിൽ വല്ലാണ്ട് അലസമായ ഒരു അനുഭവത്തിലേക്ക് പോയി തുടങ്ങിക്കഴിഞ്ഞു. ഞാനിത് പറയുമ്പോൾ എല്ലാവരെയും കുറിച്ചല്ല, ചുരുക്കം ചിലരെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ചിന്തിക്കുക. നിന്റെ ജീവിതത്തിൽ ഒരു അവധിക്കാലത്തിൻ്റെ ആലസ്യം പോലെ ഈ കൊറോണ എന്ന് പറയുന്ന മഹാമാരി നിന്റെ ജീവിതത്തിൽ വല്ലാണ്ട് നിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ നിന്നെ പിടിച്ചു താഴ്ത്തിയിട്ടുണ്ടോ? അലസത നിന്റെ ജീവിത വഴിയിൽ നിന്നെ പിടിച്ചു താഴ്ത്തുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, പന്തക്കുസ്തായ്ക്കു വേണ്ടി ഒരുങ്ങുമ്പോൾ നീ നഗരത്തിൽ തന്നെ വസിക്കുവിൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? നീ ഉണർവോടും ഉന്മേഷത്തോടും കൂടെ നിന്റെ ജീവിതത്തിൽ മാനസികമായും ആത്മീയമായും നീ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. ഏകാഗ്രത നഷ്ടപ്പെടുത്തരുത്. സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും നിന്റെ ജീവിതത്തിൽ ചിന്തകളിൽ നിനക്ക് വ്യതിചലനം പാടില്ല. നീ കാത്തിരുന്നു പ്രാർത്ഥിക്കണം. ഇവിടെയാണ് വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ വചനത്തിൻ്റെ പ്രസക്തി അടങ്ങിയിരിക്കുന്നത്. തെസ്സലോനിക്കാർക്ക് എഴുതിയ വചനത്തിൽ കൃത്യമായിട്ട് പൗലോസ്ലീഹ നമ്മൾ ഈ നാളുകൾ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇത് വചനത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യം. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നീ ഇത് വായിക്കുകയും പന്തക്കുസ്തായ്ക്കു വേണ്ടി ഒരുങ്ങുകയും ചെയ്യുമ്പോൾ നിന്റെ മനസ്സ് എത്രത്തോളം ഇതിനു വേണ്ടി എങ്ങനെ തയ്യാറെടുപ്പ് നടത്തണം? അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. ശ്രദ്ധയോടെ വായിച്ചു കൊള്ളട്ടെ. നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ. സഹോദരരെ, നിങ്ങളെ ഞങ്ങൾ ഉത്ബോധിപ്പിക്കുന്നു. അലസരെ ശാസിക്കുവിൻ, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ സഹായിക്കുവിൻ, എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവിൻ. പ്രിയപ്പെട്ടവരെ, ഒരു പന്തക്കുസ്തായ്ക്കു വേണ്ടി ഒരുങ്ങേണ്ട ഒരു വ്യക്തി ചെയ്യേണ്ട വളരെ അടിസ്ഥാനപരമായൊരു കാര്യമാണ് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത്.
ആത്മീയമായും മാനസികമായും ഉണർവും ഉന്മേഷവും ഏകാഗ്രതയും നീ നശിപ്പിക്കരുത്. എന്ന് പറഞ്ഞാൽ അലസത നമുക്ക് വേണ്ട. ഞാനിത് പറയുന്നത് എല്ലാവരെയും കുറിച്ചല്ല, മറിച്ച് ശ്രദ്ധിക്കണം, ഈ ഒരു കൊറോണ കാലം, ഒരു അവധിക്കാലം പോലെ നമ്മുടെ ജീവിതത്തിൽ അനേകരുടെ സ്വഭാവത്തിൽ വല്ലാണ്ടൊരു അലസത ബാധിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ, വല്ലാണ്ടൊരു അലസത. ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു അലസത ഭാവം, ഒരു അവധിക്കാലത്തിൻ്റെ അലസത, ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ. സ്കൂൾ പരീക്ഷകളില്ല, യൂണിവേഴ്സിറ്റി പരീക്ഷയില്ല, അതുകൊണ്ട് 24 മണിക്കൂറും മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ ഗെയിം മതിയോ? ജോലിക്കെങ്ങും പോകണ്ട, അതുകൊണ്ട് 24 മണിക്കൂറും കിടന്നുറങ്ങാം മതിയോ? പ്രിയപ്പെട്ടവരെ, പള്ളി അടച്ചിട്ടിരിക്കുന്നു, പള്ളി പോകേണ്ട, അതുകൊണ്ട് പ്രാർത്ഥന വേണ്ട മതിയോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ ഈ ക്വാറന്റൈനും ലോക്ക്ഡൗണുമൊക്കെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ പോലും വല്ലാണ്ട് ഒരു അലസത കടന്നു വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഓർക്കണം. എല്ലാവരുടെയും കാര്യത്തിലല്ല, ചുരുക്കം ചിലരുടെയെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ ദാ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ആത്മീയമായി മാനസികമായി ഉണർവിനും ഉന്മേഷത്തിനും വേണ്ടി ആഗ്രഹിക്കുക. കാരണം പൗലോസ്ലീഹ പറയുന്നു, നമ്മൾ ഈ നാളുകൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ ഞങ്ങൾ ഉത്ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ്? അലസരെ ശാസിക്കുവിൻ. കുടുംബത്തിൽ ചിലരുടെയൊക്കെ സ്വഭാവത്തിൽ ഈ അലസത കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരെ ശാസിക്കണം. കഴിഞ്ഞ നാളിൽ ഒരമ്മ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ രണ്ട് മക്കളുണ്ട്, 2 ആൺകുട്ടികൾ. അച്ഛാ 24 മണിക്കൂറും ഉറക്കം തന്നെ ഉറക്കം. അച്ഛാ രാത്രിയും പകലും ഉറക്കം. ഈ കഴിഞ്ഞ 1.5 മാസമായിട്ട് ഇത് തന്നെ വീട്ടിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പം അവർക്ക് ഭക്ഷണം വേണം. ഞാനൊരു യന്ത്രം പോലെ അവർക്ക് കൊടുത്തോണം. ഈ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവർക്കറിഞ്ഞുകൂടാ. അച്ഛാ എന്തു ചെയ്യും? കോളേജിൽ പഠിക്കുന്നവരെ 2 പിള്ളേർ 24 മണിക്കൂറും ഉറക്കം. എന്നിട്ട് ഈ അമ്മ പറയും, എൻ്റെ അച്ഛാ അതും കൂടുതൽ സമയം പകൽ കിടന്നുറങ്ങി രാത്രി മുഴുവൻ എന്തോ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അച്ഛാ, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവർക്കൊന്ന് പാത്രം കഴുകാൻ സഹായിച്ചുകൂടെ? സന്ധ്യാപ്രാർത്ഥനയ്ക്കൊന്ന് വന്നുകൂടെ? പ്രിയപ്പെട്ടവരെ, അലസത നമ്മുടെ ജീവിതത്തിൽ എവിടുന്നെങ്കിലും കടന്നു വരുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. കാരണം അലസൻ്റെ മനസ്സ് എന്നുള്ളത് എന്താണ്? പിശാചിൻ്റെ പണിപ്പുരയാണ്. ചെയ്യാനൊന്നുമില്ലല്ലോ, എന്നാൽ പിന്നെ എനിക്ക് തോന്നിയതുപോലെ ആയേക്കാം, അല്ലേ? പലർക്കും പ്രഭാതങ്ങളൊക്കെ നഷ്ടപ്പെട്ടല്ലോ. കാരണം വൈകി എഴുന്നേറ്റാൽ മതി, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. ഉച്ചയ്ക്ക് എഴുന്നേറ്റാൽ മതിയല്ലോ. ചിലർ ഉച്ചയ്ക്ക് പോലും എഴുന്നേൽക്കുന്നില്ല. ഞാനിത് പറഞ്ഞു വരുമ്പോൾ അലസത നമ്മുടെ സ്വഭാവത്തിൽ ഈ നാളുകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അല്പം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്ന് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. വായിച്ചു ധ്യാനിക്കാൻ പറ്റിയ 1-2 വചനങ്ങൾ പങ്കുവയ്ക്കാം. അത് പ്രഭാഷകന്റെ പുസ്തകം 33-ാം അധ്യായം 28-ാം തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു, അലസനാകാതിരിക്കാൻ അവനെ കൊണ്ട് വേല ചെയ്യിപ്പിക്കുക, അലസത തിന്മകൾ വളർത്തുന്നു. ഞാൻ ഈ വചനം ആ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തതാണ്. അതായത് അലസനാകാതിരിക്കാൻ അവനെ കൊണ്ട് വേല ചെയ്യിപ്പിക്കുക, കാരണം അലസത തിന്മകൾ വളർത്തും. മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ, മാതാപിതാക്കളെ മക്കളെ കൊണ്ട് വേല ചെയ്യിപ്പിക്കുക. ഒരു പക്ഷെ അവർ പറയും, ഞാൻ ഇത്രയും നാളും പാത്രം കഴുകിയിട്ടില്ലല്ലോ, ഇത്രയും നാളും ഞാൻ തുണി കഴുകിയിട്ടില്ലല്ലോ, ഇത്രയും നാളും ഞാനിതൊന്നും അടിച്ചിട്ടില്ലല്ലോ. ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യണമല്ലോ. ആ വീടിനുള്ളിൽ നമ്മൾ ചുരുങ്ങുമ്പോൾ, നമ്മൾ അമ്മ മാത്രം ഭക്ഷണം പാചകം ചെയ്ത് പാത്രം കഴുകി വീട് മുഴുവൻ വൃത്തിയാക്കി ആ അമ്മ 24 മണിക്കൂറും, അത് പണ്ടും അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ, അങ്ങനെ മതിയോ? എന്താണ് കുടുംബാംഗങ്ങളുടെ ദൗത്യം? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവ മേഖലകളിൽ എന്തു ചെയ്യണം? ജെറുസലേമിൽ തന്നെ വസിക്കുക എന്ന് പറഞ്ഞാൽ ഉണർവോടും ഉന്മേഷത്തോടും കൂടെ ആയിരിക്കണം. അലസത പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം.
വീണ്ടും നമ്മുടെ മുമ്പിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 4-ാം തിരുവചനം പഠിപ്പിക്കുന്നു, അലസമായ കരം ദാരിദ്ര്യം വരുത്തി വയ്ക്കുന്നു, സ്ഥിരോത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു. എന്ത് സംഭവിക്കും? അലസന്റെ കരം ദാരിദ്ര്യത്തിലോട്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ അലസരായാൽ തിരിച്ചു പിടിക്കാനാവാത്ത വണ്ണം നമ്മുടെ ജീവിതം പുറകോട്ട് പോകും. ഈ 1-2 മാസങ്ങൾക്കുള്ളിൽ നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ, അലസമായ നമ്മുടെ സ്വഭാവ രീതി നമ്മുടെ നാളകളെ ബാധിക്കും. ദിവസവും 1 മണിക്കൂറെങ്കിലും വചന പഠനത്തിനു വേണ്ടി മാറ്റിവെക്കാൻ പറ്റാത്ത വണ്ണം എന്ത് ജീവിത ശൈലിയാണ് നിനക്കുള്ളത്? ദിവസവും 1 മണിക്കൂറെങ്കിലും പഠിക്കാൻ വേണ്ടി ഓൺലൈനിലൂടെയൊക്കെ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നല്ലത് തന്നെ. എങ്കിലും വ്യക്തിപരമായി ഈ മേഖലകളിൽ എനിക്കെന്തെല്ലാം ചെയ്യാൻ സാധിക്കും? എൻ്റെ കഴിവുകൾ എത്രത്തോളം ഉപയോഗപ്രദമാക്കാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, ധ്യാന വിഷയമാക്കുക. വീണ്ടും മനോഹരമായൊരു വചനം നൽകുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 4-ാം തിരുവചനമാണ്. എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുന്നില്ല, സ്ഥിരോത്സാഹിക്ക് സമൃദ്ധമായി ലഭിക്കുന്നു. അലസന് എന്തു പറ്റും? എത്ര ശ്രമിച്ചാലും ഒന്നും കിട്ടിയല്ല. കാരണം എന്താ? ഈ ആഗ്രഹം മാത്രമേ ഉള്ളൂ, അല്ലേ? ആഗ്രഹം മാത്രം. ചില കുട്ടികളുടെയൊക്കെ ആഗ്രഹം എന്താ? ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുമോ? ഒന്നും ചെയ്യില്ല. എന്നാൽ ആഗ്രഹം വളരെ വലുതാണ്. ആഗ്രഹം മാത്രം പോരാ, പ്രവർത്തിക്കാനുള്ള സന്മനസ്സുണ്ടാവണം. പ്രവർത്തിക്കാനുള്ള ആഗ്രഹമുള്ളപ്പോൾ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള റിസൾട്ട്, ഫലം കൊയ്യാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും ഒരു വചനം കൂടെ പറയുന്നു, സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം 25-ാം തിരുവചനം. അലസന്റെ ആഗ്രഹങ്ങൾ അവനെ കൊന്നുകളയുന്നു, എന്തെന്നാൽ അവൻ്റെ കരങ്ങൾ അധ്വാനിക്കാൻ വിസമ്മതിക്കുന്നു. ആഗ്രഹങ്ങൾ വളരെ വലുതാണ്, പക്ഷെ എന്താണ്? അവൻ്റെ കരങ്ങൾ അധ്വാനിക്കാൻ വിസമ്മതിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അലസത നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഒട്ടും വെച്ചു പൊറുപ്പിക്കരുത്. നമ്മുടെ ജീവിതത്തെ തന്നെ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ ഈ നഗരത്തിൽ തന്നെ വസിക്കുവിനെന്ന് പറഞ്ഞ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ഉണർവോടും ഉന്മേഷത്തോടും കൂടെ നമുക്കായിരിക്കാം. ജീവിതത്തിൽ ദൈവം വെച്ചു നീട്ടുന്ന ഇപ്രകാരമുള്ള അവസരങ്ങളെ ഉപയോഗപ്രദമാക്കിയില്ലെങ്കിൽ, കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്രദമാക്കിയില്ലെങ്കിൽ എന്തു സംഭവിക്കും? നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ പുറകോട്ടാണ് മാറുന്നത്. പ്രിയപ്പെട്ടവരെ, ചെറിയ കാര്യങ്ങളെ അവഗണിച്ചു കഴിഞ്ഞാൽ വലിയ ദുരന്തങ്ങൾക്ക് ഇട നൽകേണ്ടി വരും. ചെറിയ കാര്യങ്ങൾ, പക്ഷേ ആ ചെറിയ കാര്യങ്ങളിലുള്ള ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നാളുകളിലെ ആലസ്യം ഒരു അവധിക്കാലത്തിൻ്റെതുപോലെ വീടിനുള്ളിൽ നമ്മൾ അങ്ങോട്ട് ഒതുങ്ങിക്കൂടുന്നതിൻ്റെ ഒരു ആലസ്യം, ആ കട്ടിലും ആ സോഫയും ആ കസേരയും ആ കമ്പ്യൂട്ടറും ആ മൊബൈൽ ഫോണുമായിട്ട് ഒതുങ്ങിക്കൂടുന്നതിൻ്റെ ആലസ്യം നമ്മുടെ ജീവിതത്തിൽ നാളുകളിൽ വല്ലാത്ത ദുരന്തങ്ങൾക്ക് കാരണമായി തീരാം. ചരിത്രത്തിലെ തന്നെ 1-2 സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഓർമ്മപ്പെടുത്താം. നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൂടെ വലിയ അത്ഭുതകരമാവണ്ണം നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ബ്ലോണ്ടിൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചിട്ടുള്ളതാണ്. ബ്ലോണ്ടിൻ, അതായത് നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൂടെ നടന്നുപോയവൻ, അത്രയും വലിയ ഒരു മനുഷ്യൻ. അദ്ദേഹം എങ്ങനെയാണ് മരിച്ചതെന്നറിയോ? വീടിന് മുന്നിലുള്ള കയറ്റുപായയിൽ തട്ടിയാണ് അദ്ദേഹം മരിച്ചത്. അതായത് നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൂടെ നടന്നു പോയവൻ, പക്ഷേ വീടിന് മുമ്പിലുള്ള ഒരു കയറ്റുപായയിൽ തട്ടിയാണ് അവൻ മരിച്ചത്. ചെറിയ ഒരു അശ്രദ്ധ മതി വലിയ ദുരന്തങ്ങൾക്ക് കാരണമായി തീരാം. മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ഞാൻ ഓർക്കുന്നത് ബാർക്കലി എന്ന് പറയുന്ന വ്യക്തിയാണ്. ബാർക്കലി അദ്ദേഹം ഈ വന്യമൃഗങ്ങളെക്കുറിച്ചാണ് ഗവേഷണം. വന്യമൃഗങ്ങൾ, അപ്പോൾ വന്യമൃഗങ്ങളെക്കുറിച്ചുള്ള ഗവേഷണത്തിന് വേണ്ടി കാട്ടിലൊക്കെയാണ് താമസം. വന്യമൃഗങ്ങളുടെ കൂടെ തന്നെയാണ് പലപ്പോഴും. അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയാണെന്നറിയോ? ഒരു പൂച്ച മാന്തിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ മരണം. ബാർക്കലി എന്തു പറയേണ്ടു? ഒരുപക്ഷെ ടെലിവിഷനിലൂടെയൊക്കെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ സ്റ്റീവ്. അതായത് ക്രോക്ടെയിൽ ഹണ്ടർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. സ്റ്റീവ്, അതായത് നമ്മളൊക്കെ ടെലിവിഷനിലൊക്കെ വളരെ ആരാധനയോടുകൂടെ കാണുന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതം തന്നെ മുതലകളോട് കൂടെയാണ്. ക്രോക്ടെയിൽ ഹണ്ടർ.
അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയായിരുന്നു? ഒരു തെരണ്ടിയുടെ വാല് അടിച്ചുകൊണ്ടിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ജീവിതം മുഴുവൻ വലിയ മുതലോടുകൂടി. പക്ഷേ എന്ത് സംഭവിച്ചു? മരണം. ചെറിയ ഒരു അശ്രദ്ധ. ഞാൻ പറഞ്ഞു വരുന്നത് ആരെയും കളിയാക്കാനല്ല, മറിച്ച് ഒരു ചെറിയ അശ്രദ്ധ മതി ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾക്ക് കാരണമായി തീരാം. എന്ന് പറഞ്ഞാൽ ഈ നാളുകളിൽ നമ്മൾ അല്പം കൂടെ ശ്രദ്ധിക്കണം. ആലസ്യത്തിലേക്ക് പോകരുത്. തിന്മ എപ്പോഴും കടന്നു വരുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? തിന്മ കടന്നു വരുന്നത് ഇപ്രകാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലും രൂപത്തിലും ഭാവത്തിലുമാവാം. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ മുൻവശത്തെ വാതിൽ അടച്ചോ എന്ന് പലവട്ടം ഉറപ്പുവരുത്തും. ശരിയല്ലേ? ഇപ്പോൾ രാത്രിയിലൊക്കെ നമ്മൾ ചോദിക്കുന്ന, കുടുംബത്തിലൊക്കെ ചോദിക്കുന്നത് എന്താണ്? മുൻവശത്തെ വാതിൽ അടച്ചോ? പക്ഷെ സത്യത്തിൽ കള്ളം വരുന്നത് എവിടുന്നാ? മുൻവശത്തെ വാതിലൂടെയല്ല. മിക്കവാറും കള്ളന്മാർ വരുന്നത് അതാ അടുക്കള വശത്തെ വാതിലൂടെ ആയിരിക്കും. ആരും ശ്രദ്ധിക്കാത്ത വഴിയിലൂടെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ തിന്മ അഥവാ കള്ളൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ ആവാം. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ അവസരത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ഇതാ പൗലോസ്ലീഹ നമ്മളോട് പറഞ്ഞ കാര്യം മറക്കരുത്. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം പുസ്തകം 5:14 പറഞ്ഞു, നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ. സഹോദരരെ, നിങ്ങളെ ഞാൻ ഉത്ബോധിപ്പിക്കുന്നു. അലസരെ ശാസിക്കുവിൻ, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ സഹായിക്കുവിൻ, എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവ്വം പെരുമാറുവിൻ. നമ്മൾ ചെയ്യേണ്ട വളരെ അടിസ്ഥാനപരമായ കാര്യം, പന്തക്കുസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ആത്മീയമായും മാനസികമായും ഉണർവും ഉന്മേഷവും നിലനിർത്താം. കാരണം സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല. ചുറ്റുവട്ടത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഓർക്കും തോറും നമ്മുടെ മനസ്സിൽ ഭാരം കൂടിക്കൊണ്ടിരിക്കും. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ. ഇതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കാറ്റടിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ഒരു പന്തക്കുസ്ത അനുഭവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്കെന്ത് വേണം? ഈ അലസത നമുക്ക് കൈവെടിയാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ പ്രാർത്ഥന എന്താണെന്നറിയോ? ഈ പന്തക്കുസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഉണർവോടും ഉന്മേഷത്തോടും കൂടെ ഏകാഗ്രതയോടെ നമുക്കൊരുങ്ങാം. ഏകമായ അഗ്രം, ഒരൊറ്റ കാര്യത്തിനു വേണ്ടി, പന്തക്കുസ്തായ്ക്ക് വേണ്ടി നമുക്കൊരുങ്ങാം. അലസത കൈവെടിയാം. അലസത ഉണർത്തുന്ന ഉന്മാദത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാം. ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചു കാത്തിരിക്കാം. അങ്ങനെ കാത്തിരുന്നാൽ കാറ്റടിക്കും, നമ്മുടെ മേൽ തീ കത്താൻ തുടങ്ങും. അതൊരു പുത്തൻ അഭിഷേകമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, അപ്രകാരമുള്ള അഭിഷേകം നമുക്കെല്ലാവർക്കും സംഭവിക്കട്ടെ. ദൈവിക ശക്തിയാൽ നമ്മൾ നിറയട്ടെ. ആമേൻ.